ഹായ് എവരി വൺ, ഞാൻ രമേശ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ടൊയോട്ടയുടെ കോമ്പാക്ട് സെഡാനായ യാരിസ് എന്ന് പറഞ്ഞ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇങ്ങനെയാണ് 2024 ഏറ്റവും പുതിയ യാരിസിൻ്റെ മുൻവശത്ത് നിന്നുള്ള കാഴ്ച. വളരെ ഭംഗിയുള്ള ഒരു LED ഹെഡ്ലൈറ്റ് ആണ്. അതിൽ തന്നെ ഒരു LED ഡേ ടൈം റണ്ണിങ് ലൈറ്റും വന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ലൈന് പോയിട്ടുണ്ട്. താഴെ ബമ്പറിൽ ഒരു ഫോഗ് ലാമ്പിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പില്ല, ഒരു എയർ ഇൻടേക്ക് പോലത്തെ ഒരു സ്പേസ് ആണ് ഒരു ബ്ലാക്ക് നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. വളരെ വലിയൊരു ഗ്രില്ലാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇവിടെ യാരിസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ടുമേലെ ടൊയോട്ടയുടെ 3D ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് രണ്ട് ഹെഡ്ലൈറ്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ലൈന് പോകുന്നുണ്ട്. ബോണറ്റിൽ ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വശക്കാഴ്ചയിൽ പെട്ടെന്ന് പ്രകടമാകുന്ന രീതിയിലുള്ള കട്ടിങ്ങുകളും ബോഡി ലൈനുകളും ഒക്കെ ഉണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് 195/65 R15 ആണ്. വളരെ ഭംഗിയുള്ള ഡ്യുവൽ ടോൺ ഫിനിഷുള്ള ഒരു അലോയ് വീലാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിൻ്റെ മധ്യത്തിൽ ടൊയോട്ടയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ്. ഇവിടെ ഒരു സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മിറർ വരുന്നത് ഡ്യുവൽ ടോൺ ഫിനിഷിലാണ്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിററിൽ വന്നിട്ടില്ല. അതുപോലെ ഈ വാഹനത്തിൻ്റെ ABC പില്ലറുകളെല്ലാം മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിലുകളെല്ലാം ബോഡി കളർ ആ ഒരു ഫിനിഷിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് അല്ല, നോർമൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ പുറകിലെ കാഴ്ച ഇങ്ങനെയാണ്. LED ടൈൽ ലാമ്പാണ് വരുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് യാരിസ് എന്നുള്ളൊരു ബാഡ്ജിങ്. Y എന്നുള്ളത് ഇതിൻ്റെ വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പോർട്ടി ഫീല് കിട്ടാൻ വേണ്ടി ഒരു എയർ ഇൻടേക്ക് പോലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഡമ്മി പോലെയാണത്. ഒരു ബ്ലാക്ക് നിറത്തിലുള്ളൊരു ഭാഗം, അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ടൊയോട്ടയുടെ ഒരു 3D ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. .3 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനം നൽകുന്ന മൈലേജ് എന്ന് പറയുന്നത് 22.3 കിലോമീറ്ററാണ് പെർ ലിറ്ററിൽ ഈ വാഹനം നൽകുന്ന മൈലേജ്. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 4425 mm ആണ്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 1740 mm ആണ്. കൂടാതെ ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 1480 mm ആണ്. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് ടൊയോട്ട യാരിസിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ളൊരു ഇൻറ്റീരിയറാണ്. അത്യാവശ്യം തൈ സപ്പോർട്ട് അതുപോലെ ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ള ഫാബ്രിക് സീറ്റുകളാണ് യാരിസിന് വരുന്നത്. നമ്മൾ മാനുവലിയാണ് ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ടൊയോട്ട യാരിസിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്.
വളരെ ഭംഗിയുള്ള ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വിത്ത് ഡ്യുവൽ ടോൺ ഫിനിഷ്. അതിൽ ഇവിടെ നമുക്ക് ഓഡിയോ കൺട്രോളിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, കോള് എടുക്കാനുള്ള ബ്ലൂടൂത്ത് അതിൻ്റെ കണക്ഷൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ മധ്യത്തിലായിട്ട് ടയോട്ടയുടെ ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ വളരെ ചെറിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡിലും BJ ബ്ലാക്ക് അതുപോലെ ഒരു സിൽവർ ഫിനിഷ് വരുന്ന ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈന് പോകുന്നുണ്ട്. ഒരു സിംപിളി എലഗൻറ്റ് ലുക്കിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത്. സെൻട്രൽ കൺസോളിൽ AC അതിൻ്റെ കൺട്രോളുകളെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അതിൻ്റെ ഗിയർ നോബ്, അതിൻ്റെ ട്രാൻസ്മിഷൻ, ആ ഒരു സ്പേസ്, കപ്പ് ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്ലൗ ബോക്സാണ്, അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഗ്ലൗ ബോക്സാണ്. ഇവിടെ ചാർജിങ് പോയിന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ചാർജിങ് പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അത് കൊടുക്കാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ടയോട്ട യാരിസിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഡോർ പാഡ് ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് പുറത്തായിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ, അത്യാവശ്യം പേപ്പേഴ്സൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ സ്പീക്കറില്ല, അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ വിൻഡോയുടെയും മറ്റും കൺട്രോളുകൾ വന്നിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അതിൻ്റെ സ്വിച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്, ഫൈബറാണ്, അതിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബാക്ക് ഡോറും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് തന്നെയാണ്. ബ്ലാക്ക് BJ അതിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാനുള്ളൊരു സ്പേസ്, സ്പീക്കറിനുള്ളൊരു സ്പേസ്, ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിലെ സീറ്റ്. അത്യാവശ്യം തൈ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ളൊരു സീറ്റാണ്. BJ നിറത്തിലുള്ള ഫാബ്രിക്കിൽ വരുന്നൊരു സീറ്റാണ്. മോശമല്ലാത്ത ലെഗ് സ്പേസ് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻറ്ററിൽ ഒരു ടണൽ വരുന്നുണ്ട്, 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. സെൻട്രലി ടണലുള്ളതുകൊണ്ട് നടുവിലത്തെ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പുറകിലെ ആളുകൾക്ക് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ് സ്പോട്ടൊന്നും കൊടുത്തിട്ടില്ല, കാരണം ഈ വാഹനം ഒരു ബേസ് മോഡൽ വാഹനമാണ്. 6 നിറങ്ങളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്നും നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറ്റ്, അതുപോലെ ബ്ലാക്ക്, ഗ്രേ, സിൽവർ, ഓറഞ്ച്, റെഡ് എന്നിങ്ങനെയുള്ള നിറങ്ങളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. 63,000 റിയാലാണ് ടയോട്ട യാരിസ് ബേസ് മോഡലിൻ്റെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ടയോട്ട യാരിസിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.